പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ശക്തമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ നീങ്ങുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കെന്ന് വിളിച്ചു പറഞ്ഞ ഡൊണാൾഡ് ട്രംപ്. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ബൈഡൻ ഭരണകൂടത്തെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് അദ്ദേഹം മുന്നറിയിപ്പായി നൽകി. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ വർദ്ധിക്കുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ യുഎസിന് സാധ്യമാണോ? യുദ്ധങ്ങൾക്ക് തടയിടാൻ യുഎസിന് കഴിയുമെന്ന ആത്മവിശ്വാസമാണോ ട്രംപിന്റെ വാക്കുകൾക്ക് പിന്നിൽ? മിഡിൽ ഈസ്റ്റിൽ യുഎസിന് വേണ്ടി ആരാണ് ചർച്ചകൾ നടത്തുന്നതെന്നായിരുന്നു ട്രംപിന്റെ ചോദ്യം. സർക്കാരിന്റെ പ്രവർത്തനം ചോദ്യം ചെയ്ത അദ്ദേഹം പ്രസിഡന്റ് ജോ ബൈഡൻ കാലിഫോർണിയയിലെ ബീച്ചിൽ ഉറങ്ങുകയാണെന്നും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ആവട്ടെ മിനസോട്ട ഗവർണറും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ടി വാൾസിനൊപ്പം തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിന്റെ ഭാഗമായി ബസ് ടൂർ നടത്തുകയാണെന്നും ട്രംപ് ആരോപിച്ചു. സമൂഹ മാധ്യമമായ എക്സിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. മിഡിൽ ഈസ്റ്റിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം മുറുകുന്ന വേളയിലാണ് ട്രംപിന്റെ അഭിപ്രായ പ്രകടനം. ആരാണ് മിഡിൽ ഈസ്റ്റിൽ നമുക്ക് വേണ്ടി ചർച്ചകൾ നടത്തുന്നത്? എല്ലായിടത്തും ബോംബുകൾ വീഴുകയാണ്. മൂന്നാം ലോക മഹായുദ്ധം ഒഴിവാക്കണം, കാരണം അതിലേക്കാണ് നാം നീങ്ങുന്നതെന്നാണ് ട്രംപ് വിശദീകരിച്ചത്. ഹിസ്ബുള്ള ആക്രമണം മുൻകൂട്ടി കണ്ടുവെന്ന് അവകാശപ്പെട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം മേഖലയിൽ സംഘർഷ സാധ്യത കാര്യമായി ഉയർന്നിരുന്നു. ഇതിന് ഹിസ്ബുള്ള തിരിച്ചടിച്ചതോടെ ലബനനിലേക്ക് ഞായറാഴ്ച പുലർച്ചെ 40 തവണ മിസൈൽ ആക്രമണം നടത്തി ഇസ്രായേൽ പോർവിളി നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് കൂടി വന്നിരിക്കുന്നത്. ലബനനുമായുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇസ്രായേൽ 48 മണിക്കൂർ നേരത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നതിന്റെ കൃത്യമായ സൂചന കൂടിയാണിത്. നേരത്തെ ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിലെ പ്രസംഗത്തിൽ കമലാ ഹാരിസ് ഗാസയിലെ യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. സ്വയം പ്രതിരോധത്തിനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ മാനിക്കുന്നുവെന്നായിരുന്നു കമലയുടെ നിലപാട്. എങ്കിലും പലസ്തീൻ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങൾ അവർ എടുത്തു പറയുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ട്രംപ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ മുഖേന പല തവണയായി ഇതിനെ വിമർശിക്കുകയാണ്. അധികാരത്തിലേറിയാൽ 2 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അതേസമയം $125 മില്യൺ സൈനിക പാക്കേജാണ് യുക്രൈനായി അമേരിക്ക പ്രഖ്യാപിച്ചത്. വ്യോമ പ്രതിരോധ മിസൈലുകൾ, അത്യാധുനിക ആയുധങ്ങൾ, ആന്റി ആർമർ മിസൈലുകൾ, മൊബൈൽ റോക്കറ്റ് സംവിധാനങ്ങൾ എന്നിവ ഈ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ പോരാട്ടത്തിൽ റഷ്യ വിജയിക്കില്ലെന്നും യുക്രൈനിലെ ജനങ്ങൾക്കായിരിക്കും അന്തിമ വിജയമെന്നും ബൈഡൻ പറഞ്ഞു. അമേരിക്കയും സഖ്യകക്ഷികളും യുക്രൈനോടൊപ്പം നിലകൊള്ളുമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. അടിയന്തര ആവശ്യങ്ങൾക്കുള്ള സഹായം എന്ന നിലയിലാണ് അമേരിക്ക ഇപ്പോൾ സൈനിക സഹായം കൈമാറുന്നത്. സൈനിക സഹായത്തിന് സെലൻസ്കിയും ബൈഡനോട് നന്ദി അറിയിച്ചു. വ്യോമ പ്രതിരോധ മേഖലയിൽ ലഭിച്ച സഹായം തങ്ങളെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് സെലൻസ്കി അറിയിച്ചു. 2022 റഷ്യ യുക്രൈൻ പോരാട്ടം ആരംഭിച്ചതു മുതൽ $55 ബില്യൺ ആയുധങ്ങളും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളും അമേരിക്ക യുക്രൈന് കൈമാറിയിട്ടുണ്ട്. അമേരിക്കയുടെ ഉറച്ച പിന്തുണ യുക്രൈനൊപ്പമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ സഹായം കൈമാറിയതെന്ന് വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ അറിയിച്ചു. സെലൻസ്കിയുടെ ഓഫീസും ഇത് സംബന്ധിച്ച് പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. റഷ്യയുടെ കുർസ്ക് മേഖലയിൽ ഇരുപക്ഷവും തമ്മിലുള്ള പോരാട്ടം തുടരുന്നതിനിടെയാണ് അമേരിക്കയുടെ പ്രഖ്യാപനം വന്നത്.